കിലുകിലുന്നനരാക്കിളികൾ വളകിലുക്കിയ കാലം, കിലുകിലുന്നനരാക്കിളികൾ വളകിലുക്കിയ കാലം, കുനുകുനുന്നനെ കാട്ടുപൂക്കൾ, കുനുകുനുന്നനെ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമര കൊമ്പിൽ, ആ പൂമര കൊമ്പിൽ, ആ പൂമര കൊമ്പിൽ. പാട്ട് പാടിക്കാതെ നമ്മൾ എങ്ങനെ തുടങ്ങാം? തീർച്ചയായും അങ്ങനെയല്ല, പണിയെടുപ്പിക്കാതെ എങ്ങനെയാ വിടുക? ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ പാകത്തിനുള്ള പാട്ട് ആദ്യം പാടിയാലോ? അത് ചിലപ്പോ ഇതിലും കണ്ടിട്ടുണ്ടാവും, ക്ഷമിക്കുക. ഇല്ല, അറിയത്തില്ല. അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാത്തോണ്ട് അറിയത്തില്ല. വലിയ പാട്ടുകാരിയാ, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ടല്ലേ വലിയായിട്ടും. ആട് മേക്കണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. കൈ നിൽക്കുമ്പോ ചേച്ചിയുടെ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. കല്യാണം കഴിച്ചോ? അല്ലെ, മിഥുന് മാച്ച് ചെയ്യുന്ന പാട്ട് പാടിയതാ. അതെ അതെ, കാലൊച്ച കേട്ട്. അതെ അതെ, ഞാനും വാതിൽ പഴുതിലൂടെ ഞാനിങ്ങനെ കാണാൻ കാത്തുക. ഞങ്ങള് കാണിക്കുമ്പോഴാണ് ഇവിടെ അത് കുഴപ്പം. അതെ, ഇവരുടെ പ്രേമങ്ങളെല്ലാം പൊളിക്കും ഞാൻ. പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും ഓരോ പ്രേമം. അത് കഴിഞ്ഞിട്ട് തേച്ചിട്ട് പോന്നോളാം. അതാണ് നല്ല അച്ഛൻ എവിടെ നിന്ന് കിട്ടും? അതെ, അല്ല എന്റെ അച്ഛനും പരമാവധി അതേപോലെ തന്നെ കളഞ്ഞേക്കണത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കണ്ണൻജിനാഥ് കലാകാരനും കുടുംബവും. നമസ്കാരം. നമസ്തേ. സുഖായിരിക്കുന്നു? പരമസുഖം. പരമസുഖം. ഇപ്പൊ എന്താ പറയാ, തിരക്കാന്ന് തോന്നുന്നു പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടല്ലേ? തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇപ്പൊ എന്താ പറയാ, ഒരു ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷട്ടിൽ അടിച്ച് കളിക്കാറുണ്ടോ? തീർച്ചയായും. പിന്നെ എല്ലാവരും ഇപ്പൊ കൊല്ലത്ത് തന്നെയാണ് പരിപാടി എങ്കിലും നാളെയെങ്കിലും എനിക്ക് വീട്ടിൽ വരണം എന്നൊരു വലിയൊരു നിർബന്ധം. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിട്ട് പിറ്റേ ദിവസം വീണ്ടും കൊല്ലത്തേക്ക് പോകും. പിറ്റേ ദിവസമല്ല, അല്ല, വീട്ടില് പണ്ട് മുതലേ അച്ഛനും അമ്മയുള്ള കാലം മുതൽ വീട്ടിൽ വരണം എന്നൊരു ധാരണയുണ്ട്. അതിപ്പോ ഇവരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങള് പോരും. ഇവിടെ വന്നാലേ ഉറങ്ങുള്ളൂ. ഇവിടെ വന്ന് ഉറങ്ങണം. പിറ്റേ ദിവസം രാവിലെ ഞാൻ വെച്ചിട്ട് കൂട്ടാനൊന്നും വേണ്ട, കുറച്ച് ചോറും തൈരും ആണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഉണ്ടിട്ടേ പോവുള്ളൂ. തീർച്ചയായും നമ്മുടെ രാവിലെ 10 മണിക്കാണ് ഇറങ്ങണമെങ്കിൽ അതിനു മുന്നേ ആണെങ്കിൽ ഒരു ഉരുള ചോറ് ഉണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ ഒരു ശീലം. ഞാൻ തന്നെ ഓടിക്കണം. അതുകൊണ്ട് ഞാൻ ചീത്ത പറയണത് കാരണം സ്റ്റേ ചെയ്യും. അതല്ല, എനിക്ക് വേറൊന്നും ഉണ്ടല്ല. പണ്ട് മുതലേ നമ്മുടെ ബെഡിൽ ആ മുഷിഞ്ഞ ആ പുതപ്പിന്റെ ഒക്കെ ആ ഒരു മണം ശ്വസിച്ചാണ് നമുക്ക് അതൊരു സുഖമാണ്. ആ ഒരു സുഖം വേറെ കിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ പറയണേ. അതല്ല, അതൊരു സുഖം. അതെല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വീട്ടിലെ ആ ഒരു വാസന എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരിക്കും. അത് എന്നാലും ഒരു സുഖമുള്ളൂ മനസ്സിനല്ലേ. വീട്ടിൽ നിന്ന് ഒരു ഉരുള ചോറും കൂടെ ഉണ്ടാലേ ഞങ്ങൾക്ക് ആ പഴഞ്ചോറ് ഇന്നലത്തെ ബാക്കി വന്നു, ഇത്തിരി തൈരും ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ കൂടി കൂട്ടി കഴിക്കുമ്പോ ആ വായിൽ വെള്ളം വന്നിട്ടുണ്ട്. വിശക്കുന്നു. ഇന്നൊരു പുതിയ സന്തോഷം കൂടിയാണല്ലേ. തീർച്ചയായും. അതിപ്പോ പറയാറായിട്ടില്ല. എന്തായാലും മിഥുവിന് ചെക്കന്റെ കാര്യം ഉറപ്പിച്ച് ഞങ്ങൾ കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് ആളെന്നൊന്നും പറയുന്നില്ല. അതെ, അല്ല അത് രഹസ്യമല്ലല്ലോ, പരസ്യം എപ്പോഴായാലും ആക്കുന്നില്ലല്ലോ. ഇനി ചാനലിൽ കൂടെ തന്നെ. ഏതായാലും കൺഗ്രാറ്റ്സ് അല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും അതെ ആ കല്യാണത്തിന്റെ ജോലിസിനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾ വന്നത്. അതെ അതെ അതെ. എന്തായാലും നമ്മള് ആളുകൾ കിട്ടിയിട്ട് പാട്ട് പാടിക്കാതെ നമ്മൾ എങ്ങനെ തുടങ്ങാം? തീർച്ചയായും അങ്ങനെയല്ല, പണിയെടുപ്പിക്കാതെ എങ്ങനെയാ വിടുക? അല്ല, ഞാൻ ചോദിക്കണതേ ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ പാകത്തിനുള്ള പാട്ട് ആദ്യം പാടിയാലോ? ആ പാട്ട് ഞാൻ പറയട്ടെ. അതെ, ഓക്കെ. ഞാനത് വെറുതെ പറഞ്ഞതാണ്. കാരണം എന്റെ അക്കൗണ്ടിൽ അല്ലാതെ വേറെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എനിക്ക് പോടേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളൊക്കെ വരാൻ സാധ്യത. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് LPR വർമ്മ അദ്ദേഹത്തിന്റെ ഒരു ഗാനം, അതേറെ പ്രശസ്തമായത് നമ്മുടെ സച്ചിദാനന്ദൻ, തൃക്കുടുത്താനം സച്ചിദാനന്ദൻ സച്ചിയേട്ടൻ അത് പാടിയപ്പോഴാണ് ജനകീയമായത്. അതിപ്പോ കണ്ണൻജിനാഥ് കലാകാരനെ കൊണ്ടും എവിടെ ചെന്നാലും പാടിക്കുന്ന ഒരു ഗാനമായി. അതെന്റെ ഒരു ഭാഗ്യം, ഞങ്ങളുടെ ഒരു ഭാഗ്യം. അപ്പോൾ അതിന്റെ കുറച്ച് വരികൾ പാടാം. കിലുകിലുന്നനരാക്കിളികൾ വളകിലുക്കിയ കാലം, കിലുകിലുന്നനരാക്കിളികൾ വളകിലുക്കിയ കാലം, കുനുകുനുന്നനെ കാട്ടുപൂക്കൾ,
കുനുകുനുന്നനെ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് എന്താ പറയാ ആ വീഡിയോസിലൊക്കെ കാണുമ്പോഴേക്കും നേരിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും. തീർച്ചയായും നമ്മൾ പെട്ടെന്ന് പാടി തുടങ്ങുമ്പോഴേ ആ ഒരു ശബ്ദത്തിനൊക്കെ ഒരു ഒന്ന് ശരിയായി വരണം. ഒന്ന് മൂടായി വരുമ്പോഴത്തേക്ക് അടുത്ത പാട്ട് വരുമ്പോഴത്തേക്കും ശരിയാവും. അതെ, തുടക്കത്തിൽ വെള്ളിയും സ്ക്രാച്ച് ഒക്കെ വരുന്ന പേടിച്ചൊക്കെയാണ് തുടങ്ങുന്നത്. ഏതൊരു പ്രശസ്തനാണെങ്കിലും ആ തുടങ്ങുമ്പോൾ നമുക്കൊരു സഭാകമ്പം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇതിലും കണ്ടിട്ടുണ്ടാവും, ക്ഷമിക്കുക. ഇല്ല, അറിയത്തില്ല. അറിയാത്തോണ്ട് അറിയത്തില്ല. പാട്ടുകാരിയാണെന്ന് പറഞ്ഞു, വലിയ പാട്ടുകാരിയാണ്, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറുതായിട്ടല്ലേ വലിയായിട്ടും ആട് മേക്കണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് വേണം രണ്ടുപേരും നമുക്ക് കഴിഞ്ഞിട്ട് പാടാം. അതെ, അതല്ല നല്ലത്. അത് അല്ല, പാടണം എന്തായാലും പാടണം. ആരെങ്കിലും ഒരാൾ ആദ്യമായിട്ടല്ലേ പറയണത് പാടാൻ. അല്ല, പറഞ്ഞിട്ട് ശ്രുതി വേണമെങ്കിൽ മാറ്റിത്തരാം. ശ്രുതി മാറ്റിക്കും, ശ്രുതി വേണ്ട. അല്ല, ഇത് മെയിൽ ശ്രുതി അല്ലേ? ഓക്കെ. ഞാൻ പെട്ടെന്ന് പാടാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ പാട്ട് മാത്രമേ ഫസ്റ്റ് പെട്ടെന്ന് തോന്നുള്ളൂ. അത് മാത്രമേ കാണാണ്ട് അങ്ങനെ അറിയാം. ആയിക്കോട്ടെ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീഥിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. കല്യാണം കഴിച്ചോ? ആണല്ലേ? നാഥൻ വരാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല, വന്നു കഴിഞ്ഞു. പാട്ട് പാടിയതാ ഓൾറെഡി വന്നു കഴിഞ്ഞു. മിഥുന് മാച്ച് ചെയ്യുന്ന പാട്ട് പാടിയതാ. അതെ അതെ, കാലൊച്ച കേട്ട്. അതെ അതെ, ഞാനും വാതിൽ പഴുതിലൂടെ ഞാൻ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുക. നമ്മുടെ മണവാളം മറ്റം കാത്തിരിക്കുക. മണവാളം നമ്മൾ നേരി കണ്ടിട്ടില്ലല്ലോ. അതെ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു കലാകുടുംബമാണ്. തീർച്ചയായും. അപ്പൊ നിങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്? ഇവിടെ എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവ് നല്ലോണം കാണിക്കണം, അതിന്റെ ടോപ്പിലെത്തണം എന്നാണ് എല്ലാവരും. തീർച്ചയായും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നേക്കാൾ കഴിവുള്ളവരാവണം എന്റെ ഭാര്യ മക്കൾ. തീർച്ചയായും. അതെ, കഴിഞ്ഞ ഇന്റർവ്യൂവിനൊക്കെ മൂഡ് ഔട്ട് ആയിരുന്നു. അച്ഛനൊരു ശ്രദ്ധയില്ല എന്റെ കാര്യത്തിൽ എന്നുള്ള സംഭവമായിരുന്നു. അതെ അതെ, അച്ഛന് നമ്മള് മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ടേ. അപ്പൊ ഓരോ ആലോചന വരുമ്പോഴും നോക്കാം. കല്യാണത്തിന്റെ ഇന്റർവ്യൂ ആണോ? അതാണ് ഇന്നത്തെ വിശേഷം. ശരി, തീർച്ചയായും. എന്നാ പറയൂ. നിങ്ങൾ ഇവരിൽ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് ആരാ? ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയില്ല, പൊതുവെ ഇല്ല. അതെ, കൊംപ്ലൈന്റ് ബോയ് ഭയങ്കര വിഷമം, അത്ര മതി. ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഭയങ്കര ഫീലിങ്സ് വരും. അതായത് ഇപ്പൊ 26 വയസ്സ് കഴിഞ്ഞു, 27 വയസ്സാവാൻ പോണു. ഇപ്പൊ പറയുകയാണ്, പണ്ട് ഇവള് LKG പഠിക്കുമ്പോ അവനന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണം. അപ്പൊ നമ്മള് സ്കൂളിൽ കൊണ്ടുവരുമ്പോ ഇവള് കുഞ്ഞല്ലേ, വയറുവേദന, തലവേദന. അതായത് ബുള്ളറ്റിന്റെ മുകളിൽ രണ്ടുപേരും ഇരുത്തിയാ പോണത്. ഗേറ്റിൽ എത്തുമ്പോ ഇവക്ക് വയറുവേദനയാണ് അച്ഛന്ന് പറയും. അപ്പൊ അച്ഛന് വിഷമം, അന്ന് മോള് പോകണ്ട, മോൻ പൊക്കോ. അപ്പൊ ഒറ്റയ്ക്ക് പോകും. നമ്മൾ അപ്പോഴത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പഴാ പറയണേ, ഞാൻ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് കറിയായിരുന്നു. 2 മാസം മുന്നേ അപ്പഴാ വെളിപ്പെടുത്തിയത്. അതെല്ലാം സഹിക്കണ ഒരാളാ. അതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ അവന്റെ ഉള്ളിൽ ഒതുക്കും. പക്ഷെ അത് പറ്റില്ല, കരയണമല്ലോ, പറയണ്ടേ. കരച്ചില് തുടങ്ങിയാൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പൊ മഹാരാജ് കോളേജിൽ പണ്ട് ഇവൻ പഠിച്ചിരുന്ന കാലത്ത് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാറ് എന്നെ വിളിക്കും. അവിടുത്തെ HOD എന്നെ വിളിക്കും. കണ്ണഞ്ചി, ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ, പിള്ളേർ തമ്മിലൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ അവര് അത്രയും സ്നേഹമാണ് ആകാശമായിട്ട്. അപ്പൊ ആകാശിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അതില്, ഒന്ന് പറയാൻ പറയും. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ ആകാശിനെ വിളിച്ച് പറയും, എടാ എന്താ അവിടെ കുഴപ്പം? അത് സാറ് എന്നെ വിളിച്ചിട്ടുണ്ട്, അത് ശരിയാവില്ല കേട്ടോ എന്നറിയും. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോ സാറ് വിളിച്ചു പറയും, ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ ഇവൻ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്താ സംഭവം എന്നറിയോ? ഇവൻ കൂട്ടുകാരെ അവിടെ ചെന്നിട്ട് ഒറ്റ കരച്ചില്ല. എന്നാ അച്ഛൻ ചീത്ത പറഞ്ഞു, ഇടം നിർത്തടാ, മതിടാ, സാറ് വീട്ടിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അച്ഛൻ മാലിങ്ങര കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ കോളേജിൽ ഇടി ഉണ്ടായി എന്നറിയുന്നത് കണ്ണഞ്ചിനാഥ് പുറത്തേക്ക് ഓർഡർ ഉണ്ടാവും.
ആദ്യം ഓർമ്മത് കണ്ടു ഞാനതായിരിക്കും. അപ്പോഴാണ് അങ്ങനെ ഞങ്ങള് വളരെ ധൈര്യവാന്മാരാണ്. ധൈര്യമുള്ള ആൾക്കാരാ. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഒരു 1.5 ഏക്കർ പറമ്പിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിരുന്നു വീട്. എന്റെ അച്ഛന്റെ സ്റ്റുഡന്റ് ആണ് എന്റെ അമ്മ. അങ്ങനെ മൃതകം പഠിപ്പിച്ച് പഠിച്ചത് മൊത്തം ഞങ്ങള് പഠിപ്പിച്ച് 2 ട്രോഫിയായി. അമ്മയുടെ വായിന്നതൊന്ന് കേക്കണം. അയ്യോ ആക്ച്വലി അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനാണ് എല്ലായിടത്തും കഥ പറയുന്നത്. അമ്മ പറയും. അല്ല അത് എന്ത് പറയാ, പറഞ്ഞു. ഡാൻസ് പഠിച്ചിരുന്നു. എന്റെ അമ്മയുടെ സ്റ്റുഡന്റ് ആണ്, ഡാൻസ് ആയിരുന്നു. എന്റെ വീട്ടിലായിരുന്നു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നേ. അവരുടെ വീട്ടിലായിരുന്നില്ല. അപ്പൊ അമ്മ എന്റെ വീട്ടിൽ വന്നിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരുപാട് കുട്ടികൾ എന്റെ വീട്ടിൽ വരും. നമ്മുടെ നെടുമ്പരയിലാണ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം നമ്മുടെ വീട് ആകെ ഒക്കെ തെറ്റി പോകുമല്ലോ. അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ നിന്നു. വീണ്ടും കുട്ടികളൊക്കെ ടീച്ചർ വീട്ടിൽ പോയി പഠിക്കാൻ തുടങ്ങി. അപ്പം ഞാനന്ന് കുഞ്ഞാണ്, 3-ലോ ഒക്കെ അത്രയേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ കണ്ണേട്ടൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മോട് പറഞ്ഞു, എല്ലാവരും വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കണു, പ്രായമായവരും ഓക്കെ, കൊച്ചിന് എന്തറിയാം, അവക്കൊന്നും അറിയില്ലല്ലോ, അവളെ അങ്ങോട്ട് വിട്, അവക്കെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ, എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, ആ സന്തോഷമാണ് ഈ സന്തോഷം. അല്ല, അത് വലിയ കുഴപ്പമില്ലാണ്ട് ഡാൻസ് ക്ലാസ് ഒക്കെ പോയി. പിന്നെ നമ്മുടെ അമ്മ, ഇവളുടെ അമ്മ സരൾ ടീച്ചർക്ക് അതിമോഹം വന്നു, എന്റെ മോള് മൃദംഗം കൂടി പഠിക്കരുത്. അതൊരു ആവശ്യമില്ലാത്ത മോഹം. അപ്പൊ ഈ മൃദംഗത്തിന്റെ ദും അടിക്കുന്ന സ്ഥലത്ത് ഇടംതലയിൽ വേറൊരു വിദ്യ ഉണ്ട്, അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ ഇടയിൽ ലവ് ലെറ്റർ കയറ്റി വെക്കാം. ഇന്നത്തെ പോലെ കിട്ടുന്ന സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല, മൊബൈലിൽ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനപ്പോ ഞങ്ങള് കാണിക്കുമ്പോഴാണ് ഇവിടെ അത് കുഴപ്പം. അതെ, ഇവരുടെ പ്രേമങ്ങളെല്ലാം പൊളിക്കും ഞാൻ. ഞാനൊരു 10-15 പ്രേമം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവസാനം നേരത്തെ പറഞ്ഞ എന്താ പറയാ നമ്പർ കറക്റ്റ് ആണോ? അതൊക്കെ കറക്റ്റാ. പക്ഷേ ഞാൻ അറിയുന്നത് 4ാം ക്ലാസ്സിലായിരുന്നു എന്റെ ആദ്യത്തെ പ്രേമം. അതെ അതെ, പേര് പറയരുത്, അവര് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊന്നും പറയല്ല. അപ്പൊ അതെങ്ങനെ 4ാം ക്ലാസ് പിന്നെ 6ാം ക്ലാസ്. അപ്പൊ എന്റെ മക്കളെ ഞാൻ ആ രീതിയിൽ തന്നെ പഠിപ്പിച്ചു. പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും ഓരോ പ്രേമം. അത് കഴിഞ്ഞിട്ട് തേച്ചിട്ട് പോന്നോളാം. അതാണ് വേണ്ടത്. നല്ല അച്ഛൻ എവിടെ നിന്ന് കിട്ടും? അതെ, ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി അല്ല, എന്റെ അച്ഛനും പരമാവധി അതേപോലെ തന്നെ കളഞ്ഞേക്കണതൊക്കെ. ക്രഷൊക്കെ തോന്നണം, ഈ പ്രായത്തിൽ തോന്നില്ല പിന്നെ എപ്പോ തോന്നണം തീർച്ചയായിട്ടും. പക്ഷെ ജീവിതം ജീവിതം എന്ന് പറയണതും പ്രണയവും വേറെയാണ്. നമ്മള് ചിന്തിച്ചിട്ടേ ചെയ്യാം. ചിത്രക്കുട്ടി അല്ലേ, ചിത്രയുടെ പ്രേമത്തിന്റെ കഥ എന്ന് പറയാം. അല്ല, ഒരെണ്ണം 5ാമത്തെയാണ് ഉറപ്പിച്ചതെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, കറക്റ്റ് എണ്ണോ അല്ലേ ഞാൻ പറഞ്ഞത്? മുഖത്ത് നോക്കി എനിക്കറിയാം, മുഖത്ത് നോക്കി അറിയാം. 5ാമത്തെയാണ് ഉറപ്പിച്ചത്. കുടുംബകലഹം ഉണ്ടാക്കണോ? ഇല്ലില്ല, ആർക്കറിയില്ല. എന്നാ വേണ്ട. അപ്പൊ വേണ്ട, പോട്ടെ.